കാറിനെ കുറിച്ചുള്ള അന്വേഷണം എവിടം വരെയായി? വല്ല വിവരവും കിട്ടിയോ? ആ വർക്ക്ഷോപ്പുകാരനെല്ലാം അറിയാം, പക്ഷെ അയാൾ സഹകരിക്കുന്നില്ല. സഹകരിച്ചില്ലെങ്കിൽ സഹകരിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി നോക്കണം. നോക്കിയല്ലോ, കേസ് ഞാൻ സിദ്ധുവിനെ ഏൽപ്പിച്ചില്ലേ? എനിക്കറിയാം, സിദ്ധു ഭംഗിയായിട്ട് അന്വേഷിച്ച് എനിക്ക് വേണ്ട വിവരങ്ങളൊക്കെ കണ്ടുപിടിച്ചു തരുന്നു. അത്രയ്ക്ക് വിശ്വാസമാണ് എന്നെ സിദ്ധുവിന് വിശ്വാസമല്ലേ, അത്രത്തോളം എനിക്ക് അങ്ങോട്ടും വിശ്വാസം. ഞാൻ അന്വേഷിച്ചു. ദേവികയുടെ കയ്യിലിരിക്കുന്ന ആർസിയിൽ നടേശൻ എന്നൊരു പേരായിരുന്നില്ലേ? ആ നടേശൻ ആരാണെന്നറിയോ? ചന്ദ്രയുടെ അച്ഛൻ, റിട്ടയർഡ് DYSP നടേശൻ സാർ. അതീ കിടക്കുന്ന വിലാസം ഈ നാട്ടിലെ അല്ല. അതുകൊണ്ടാ നമുക്ക് ആ സംശയം നേരത്തെ തോന്നാത്തത്. ഓ, അത് ശരി. അപ്പൊ നടേശൻ സാറിന്റെ വണ്ടിയാണ് പ്രിയ വാങ്ങിയത്. നടേശൻ സാർ അത് വിറ്റ് കാണുമല്ലോ. സംശയം എന്താ? ചുരുങ്ങിയത് 1-2 കൈയെങ്കിലും അത് മറിഞ്ഞു കാണും. അവസാനം ശരത്തിന്റെ കയ്യിലാ അതെത്തിയത്. ആയിരിക്കും. നടേശൻ സാറും ശരത്തും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നല്ലോ. നടേശൻ സാറിനെ കൊന്നത് ശരത്താണെന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നുണ്ട്. കണക്ഷനൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരുവാണല്ലോ സിദ്ധു. ഇനി കണ്ടുപിടിക്കേണ്ടത് ആ വണ്ടിയെ എന്തുകൊണ്ട് ശരത്ത് പേടിക്കുന്നു എന്നുള്ളതാ. ഇത്രയും കണ്ടുപിടിച്ച സ്ഥിതിക്ക് അതും കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും, അല്ലേ? എന്താ സംശയം? കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നടേശൻ സാറിന്റെ വണ്ടിയാണെന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. എന്തായാലും ഈ വിവരം കണ്ടുപിടിച്ചെന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാം ഒരു നിയോഗം പോലെ കണ്ടാൽ മതി ദേവി. നമ്മളെ ശരത്തിലേക്ക് നയിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നിത്യയുടെ ആത്മാവാ. ആ ആത്മാവ് തന്നെ ഇനി അങ്ങോട്ടുള്ള രഹസ്യങ്ങളും നമുക്ക് മുന്നിൽ തുറന്നു തരും. ദേവിയെ കണ്ടോ?